സത്യനന്ദിക്കാടിൻ്റെ പടമാണല്ലോ. ഡയറക്ടർ അന്നേരത്തേനും അതൊരു എമോഷണൽ സീനാണ്. ആ എമോഷണൽ സീനിൻ്റെ അകത്ത് അങ്ങനെ പറഞ്ഞ് എന്നൊരു ജയറാമി എനിക്ക് എൻ്റെ ആക്ടിങ് എപ്പോഴും നന്നാകുന്ന എന്നെക്കാളും ബെറ്റർ ആക്ടർ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴാണ്. മനസ്സിലായില്ലേ? അവരുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് എനിക്ക് കയറാൻ പറ്റും. അതങ്ങനെ ആയിരിക്കും എല്ലാ നല്ല നടന്മാർക്കും നല്ല നടികൾക്കും ആയിരിക്കും, ഒരു സംശയമില്ല. അന്നേരം അവിടെ ആ ഒരു റിയാക്ഷനിൽ എന്തോ ഒരു സൗണ്ട് വന്നു എന്ന് പറഞ്ഞ് ജയറാം പറയുന്നത് അങ്ങനെ അതിനെ ജയറാം അതിനെ എന്താ പറയണത്, അതിനെ ഒരു രസിപ്പിച്ചതാണ്, അല്ലെ അതിനെ ഒരു കോമഡി പെർസ്പെക്റ്റീവിൽ കണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. കാരണം ജയറാം ആയിരിക്കുന്നത് അവരിൽ നിന്ന് സിനിമയിലൂടെയാണല്ലോ വന്നത്. അതിനു മുമ്പ് ജയറാം അറിയപ്പെടാൻ തുടങ്ങിയേക്കണ ലാലു ലക്ഷ്മണനെ കാണിക്കുന്ന ഒരു പയ്യൻ, അതും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ വിളിക്കാറുണ്ട്. അശ്വതി എന്നെ വിളിച്ച് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ ഇച്ചിരി പൈസ വല്ലതും അയച്ചു തരണോ? വേണ്ടെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചോളാം. അങ്ങനെ അവൻ എപ്പോഴും, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എന്നെ വിറ്റുണ്ടാക്കിയേക്കണ പലതും. ഇതിന്റെ കൗണ്ടർ അവന്റെ എന്തായിരിക്കും? പക്ഷെ അത് പ്രതിഭയില്ലേ. എന്നെ ശരിക്കും നന്നായിട്ട് മാർക്കറ്റ് ചെയ്തേക്കണമെങ്കിൽ ഒരാൾ ജയറാമാണ്. ശരിക്കും ഞാൻ തന്നെ അവനെ കാണാൻ പറയടാ, ഏതെങ്കിലും ഒരെണ്ണം പറയടാ, അങ്ങനെ ഒന്നിച്ചേക്കട്ടെ. ഒരു പ്രത്യേക ടാലന്റഡ് കഴിവില്ല. അത് തന്നെ എൻ്റെ മകന് കിട്ടിയിട്ടുണ്ട്. അവനിപ്പോ തമിഴിലെ ആ നടന്മാരുടെ കാണിച്ചൊക്കെ പെർഫെക്റ്റ് അല്ലേ, മിടുക്കനല്ലേ. നിങ്ങളുടെ ഒരു ആത്മബന്ധം എങ്ങനെയാണ് ജയറാമേട്ടനെ? നല്ല ബന്ധമാണ് കേട്ടോ, നല്ല ബന്ധമാണ്. പിന്നെ എൻ്റെ ഇപ്പൊ ഉദാഹരണം, ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം, ഞാൻ ജയറാമിനെയും അശ്വതിനെയും ഞാൻ വിളിച്ചിട്ടുള്ളൂ. ഞാൻ അശ്വതിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പാർവതിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ പ്രേമാവുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അന്നേരത്തേന് ആദ്യം 2-3 സിനിമ. ഇപ്പോൾ സായിബർ തിരുമേനി എന്ന് പറഞ്ഞൊരു സിനിമ ഞാനും ജയറാമും നല്ല റോളാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെയൊക്കെ കുറേ പടങ്ങളുണ്ട്. അന്നേരത്തേനും ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം, മൂത്തമ്മൻ്റെ കല്യാണം, ഞാൻ ജയറാമിനും നീയും വൈഫും വന്ന് എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, പങ്കുകൊള്ളണം. ഓക്കെ ഏട്ടാ. എന്നിട്ട് അവൻ വന്ന് എങ്ങനെയാണെന്നറിയാം, അവനും വൈഫും മോനും കൂടെ ആവണ്ടേ. വന്ന് അവിടെ നിന്ന് ഇരുന്ന് ഇഷ്ടംപോലെ എൻ്റെ കൂടെ എൻ്റെ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് പിറവം വരെ, എൻ്റെ വീട്ടിൽ എൻ്റെ പള്ളിയിൽ ഹാളിൽ വന്ന് എല്ലാം പങ്കുകൊണ്ട് അവൻ പോയി ബ്ലെസ് ചെയ്തിട്ട് പോവുകയായിരുന്നു.